കേരള പോലീസിന്റെ വീരകൃത്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ കേരള പോലീസിന് തന്നെ നാണക്കേടായ അല്ലെങ്കിൽ കേരള പോലീസിനെ മുഴുവൻ പ്രതിരോധത്തിലാക്കിയ ഒരു കേസ് ഇപ്പൊ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നുണ്ട്. കൊട്ടാരക്കര പോലീസിന്റെ ക്രൂരകൃത്യം എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിലേക്ക് ഇത് വളരെ ഗംഭീരമായിട്ട് പ്രചരിക്കുന്നുണ്ട്. ഒരു വീഡിയോ എന്റെ വാട്സപ്പിലും വന്നു. അപ്പോ ഇതിൽ പറയുന്നത് സ്റ്റേഷനിൽ മഫ്തിയിൽ വന്ന ഏമാന്റെ കാറിന് സൈഡ് കൊടുത്തില്ലെന്ന ഒറ്റ കാരണത്തിലാണ് സ്റ്റേഷനിൽ ഹരീഷ് എന്ന് പറയുന്ന ഒരാളെ വിളിച്ചു വരുത്തി പെരുമാറി എന്ന് പറയുന്നു. അപ്പോ എന്നിട്ട് ഇയാൾക്കെതിരെ കള്ളക്കേസ് എടുത്ത് കോടതിയിൽ പോയി, കോടതിക്ക് ഇയാളുടെ അവശത ബോധ്യപ്പെട്ട് കോടതി ഇയാളുടെ കൂടെ നിന്നു. അവസാനം കേരള പോലീസ് ഇപ്പൊ ഇയാളുടെ കാല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ ഭാര്യയെ വിളിച്ച് വമ്പൻ വാഗ്ദാനങ്ങളൊക്കെയാണ് കേരള പോലീസ് കേസിൽ നിന്ന് ഊരി തരാനായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷാമിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം, എന്താണ് സംഭവം? ഇത് ഈ കൊട്ടാരക്കര കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ കൊട്ടാരക്കര മണ്ണറ റോഡിൽ വെച്ച് ഇവിടുത്തെ കൊട്ടാരക്കരയിലെ SI പ്രദീപ്, ഇദ്ദേഹം ഈ ഏമാൻ കാറിൽ പോയായിരുന്നു. പ്രശ്നക്കാരനാണോ പ്രദീപ്? അവിടെ കൊട്ടാരക്കര സ്റ്റേഷൻ പൊതുവെ പ്രശ്നം അവർക്ക് ആരെ കിട്ടിയാലും ഇടിക്കണം. അത് ശരി, ആരെ കിട്ടിയാലും അവന്മാർക്ക് ഇടിക്കണം എന്നുള്ളത് അവർക്ക് ഭയങ്കര വാശിയാണ്. അവിടെ ആരെ നമ്മുടെ ഈ കൊല്ലത്തിലെ ഈ കിളികൊല്ലൂർ, അതെ കിളികൊല്ലൂർ, നമ്മുടെ പട്ടാളക്കാരനെ എടുത്തിട്ട് ഇടിച്ച, അതെ ഇവന്മാരൊക്കെ ജനമൈത്രി തന്നെയാണോ? ജനമൈത്രി എന്ന് പറയും. ഇവരുടെ ഡയലോഗുകൾ ഓരോന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. അതായത് ഇവന്മാർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രദീപും പോയ കാറുമായിട്ട് ഇയാള് തർക്കിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന വണ്ടികൾ തമ്മിൽ പോലീസാണെന്ന് അറിയത്തില്ല. മഫ്തിയിലായിരുന്നു. മഫ്തിയിൽ നിന്ന് പോലീസാണെങ്കിൽ ഇവനെ നമ്മളെന്തോ പേടിക്കും. അവൻ നേരെ ചൊവ്വേ അല്ലാന്നുണ്ടെങ്കിൽ അവന്റെ തെറ്റ് നമ്മൾ അവന്റെ മുഖത്ത് നോക്കി പറയും. അവൻ യൂണിഫോമിലാണെങ്കിലും അവന്റെ മുഖത്ത് നോക്കി പറയും. ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് തന്നെ പറയും. എന്നത് വിളിക്കത്തില്ല, സാറ് ചെയ്യുന്നത് ശരിയല്ലെന്ന് തന്നെ പറയും. അത് വേറെ കാര്യം. അതിന് ഉമ്മാര് കൊണ്ട് പിടിച്ചിടിക്കാൻ ഉമ്മാരെന്താ, ആരാണ് ഉമ്മാര്? അത് കൊണ്ടുപോയിട്ട് പ്രദീപും മറ്റ് രണ്ടുപേരും ഉണ്ടായിരുന്നു. ഈ പ്രദീപുമായിട്ട് വഴക്കുണ്ടായ ശേഷം ഈ ഹരീഷിന്റെ പാട്ടിന് പോയി. ഹരീഷിനും ഉണ്ടായിരുന്നു, ഹരീഷിന്റെ ഭാര്യ ഗോപികയും വണ്ടിയിലുണ്ടായിരുന്നു. അവരവരുടെ പാട്ടിനങ്ങ് പോയി. ഈ ഏമാനിഞ്ഞ് പോരുന്നിട്ട് ഏമാന്റെ ഒരു കാറ്, ഒരു സ്വകാര്യ കാറ് വേറെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ഈ ഹരീഷിനെ ആദ്യം ഫോണിൽ വിളിച്ചു. പക അകത്ത് കിടന്ന് കത്തിയാണ്. ഞാൻ പോലീസുകാരൻ ഒരു സാധാരണക്കാരൻ എന്നെ വന്ന് എന്നോട് ചൂടായി, എന്നോട് തർക്കിച്ചു, എന്നോട് ദേഷ്യപ്പെട്ടു എന്നുള്ള ഒരു പക ഇദ്ദേഹത്തിന്റെ മനസ്സിൽ കിടക്കുകയാണ്. ഈ പക കിടക്കുന്നിടത്ത് നിന്ന് ഇദ്ദേഹം ചെയ്ത പണി സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞു നാളെ രാവിലെ കൊട്ടാരക്കര സ്റ്റേഷനിൽ വരാന്ന് പറഞ്ഞു. ഇപ്പൊ എന്ത് ഇതും കഴിഞ്ഞിട്ട് ഈ ഹരീഷ് കുമാർ സുഹൃത്തിന്റെ വീട്ടിൽ പൈസ കടം മേടിക്കാൻ വേണ്ടി ഇഞ്ചക്കാട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോ ടവർ ലൊക്കേഷൻ എടുത്തു. ആലോചിച്ച് നോക്കണം, പോലീസിന്റെ വക ടവർ ലൊക്കേഷൻ എടുത്ത് പാവപ്പെട്ട മനുഷ്യന്റെ ടവർ ലൊക്കേഷൻ എടുത്ത് ക്രൈം കേസിൽ എപ്പോഴും പ്രതിയല്ല, ക്രൈം കേസിൽ പ്രതിയല്ലാത്ത ഒരാളുടെ ടവർ ലൊക്കേഷൻ എടുത്ത് ഇഞ്ചക്കാട്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇഞ്ചക്കാട്ട് വന്ന് ഈ പ്രദീപിനെ, ഈ ഹരീഷിനെ പിടിച്ചോണ്ടുപോയി. ഇയാളും ഇയാളുടെ കൂടെയുള്ള 2 പോലീസുകാരും കൂടെ പിടിച്ചുകൊണ്ടുപോയി. അവിടെ നിന്ന് കൊണ്ടുപോയി വാഹനത്തിൽ പല സ്ഥലങ്ങളിൽ പിടിച്ചിട്ട് കൊണ്ടുപോയി ഇടിച്ചു. വാഹനത്തിൽ വെച്ചാണ് സ്റ്റേഷനിൽ കൊണ്ടുപോയില്ല, വാഹനത്തിൽ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇടിച്ച ശേഷം ഇയാളെ സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോ സ്റ്റേഷനിൽ 3 പോലീസുകാർ, അത് ഇദ്ദേഹത്തോട് ഇദ്ദേഹത്തിന്റെ പ്രീതി പിടിച്ചു പറ്റാൻ നടക്കുന്ന 3 പോലീസുകാർ, 4 പേര് കാറിലിട്ട് ഇടിച്ചു, 3 പേര് സ്റ്റേഷനിലോട്ട് ഇടിച്ചു. അവിടെ നമുക്കറിയാലോ CA കാട്ടിലും വലിയ കൊമ്പനാണ് SI. യൗമാരൊക്കെ ഒന്നും ഇല്ലാത്ത പവറാണ് അവിടുത്തെ റൈറ്റർക്ക്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ SI അവര് പെറ്റിയടിക്കാൻ നിങ്ങളുടെ കേസ് പോടാ എന്ന് പറയുമ്പോ SI തടഞ്ഞു നിർത്തിയിട്ട് ഡ്രൈവർ ഇറങ്ങി വരും. അങ്ങനെ അങ്ങ് പോയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ അയാളാണ് പിന്നെ അവിടുത്തെ SI. ഇവരെന്ന് നമ്മൾ ഈ നല്ല പോലീസ് ഉദ്യോഗസ്ഥരെ അല്ല പറയുന്നത്. ഇവന്മാരെ പോലെയുള്ള ഇമാതിരി പരിപാടികൾ കാണിക്കുന്ന ആളുകളെ കൊണ്ടുപോയി ഇടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന, അതിനുശേഷം ഈ യുവതി എന്ത് ചെയ്യുന്നറിയാമോ, ഈ ഭാര്യ ഇയാളെ കാണാൻ വേണ്ടി സ്റ്റേഷനിൽ ചെന്നപ്പോ ഈ ഭാര്യയോട് പറഞ്ഞു, അവിടെ വാസുദേവൻ എന്ന് പറഞ്ഞൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. ഈ വാസുദേവൻ എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ് ഹരീഷിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞത് ഒരു കാര്യമില്ല, കൊടുക്കേണ്ടത് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി വേണമെങ്കിൽ പോയി SIയെ കാണാൻ പറഞ്ഞത്. SI പ്രദീപിനെ കാണാൻ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞത്, നീ വേറെ ആരെങ്കിലും നോക്കിക്കൂ, അവനെ ഇനി 90 ദിവസത്തിനപ്പുറം അവനെ ഗ്യാരണ്ടി ഇല്ലെന്ന്. അത് ശരി, അതായത് ഇടിച്ച് പദം വരുത്തി എന്നാണ് പറഞ്ഞത്. 90 ദിവസം അവന് ഇനി ഗ്യാരണ്ടി ഇല്ല. അതെ, സ്ത്രീത്വത്തെ അധിക്ഷേപിക്കുക, നീ വേറെ ആരെങ്കിലും നോക്കിക്കോളാൻ. അപ്പൊ ഇദ്ദേഹത്തിന് എവിടേക്കാ പരിക്കെന്നറിയാമോ? ഇദ്ദേഹത്തെ കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കി. കോടതിക്ക് സംശയം തോന്നി, അവശത മനസ്സിലാക്കിയ കോടതി ആശുപത്രിയിൽ വിട്ടപ്പോ നട്ടലിൽ പരിക്ക്. അയ്യോ, നട്ടലിൽ പരിക്ക്, നെഞ്ചിൽ പരിക്ക്, കൈയുടെ എല്ലുകളിൽ പരിക്ക്. ഇത്രയുമാണ് ഇവന്മാരവിടെ കാട്ടിക്കൂട്ടിയത്.
നല്ല രീതിയിൽ പെരുമാറി. ഇവന്മാർക്കെതിരെ ഇത് ഒരുവരെ പരാതിയല്ല. കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് ഒരു ഡ്രൈവറെ എടുത്തിട്ട് ഇടിച്ചു. ഡ്രൈവറെ സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോയി കസ്റ്റഡിയിൽ എടുത്തിട്ട് ഇടിച്ചു. അതിനു മുമ്പ് 1 മാസം മുമ്പ് വേറൊരു പ്രതിയെ അവരെ എടുത്തിട്ട് ഇടിച്ചു. അവരെ നല്ല രീതിയിൽ ഇടിച്ചു. അവരെ പിടിച്ചു കൊണ്ടുവന്ന ഉദ്യോഗസ്ഥൻ, അവരെ പിടികൂടി സ്റ്റേഷനിൽ കൊണ്ടുവന്ന ഉദ്യോഗസ്ഥൻ പോയി കഴിഞ്ഞപ്പോൾ സംഘം ചേർന്ന് അവനെ എടുത്തിട്ട് ഇടിച്ചു. അവനെ എടുത്തിട്ട് നല്ല രീതിയിൽ ഇടിച്ചു. ഞാനൊരു ദിവസം ഒരു വാർത്തയുടെ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്നപ്പോൾ കണ്ടൊരു കാഴ്ച, ഒരു മനുഷ്യനെ കൈ രണ്ടും കെട്ടിയിട്ട് അവിടെ ജെല്ലിൽ കെട്ടിയിട്ടിരിക്കുന്നു. ജെൽ കെട്ടിയിട്ടിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് കയറി ചെന്ന പെട്ടെന്ന് തന്നെ ഒരു എന്ത് ചെയ്തു, അഴിച്ചു മാറ്റിക്കളഞ്ഞു. പെട്ടെന്ന് തന്നെ കൈത്തെ അടിക്കടി കിടക്കുന്നുണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ അഴിച്ചു മാറ്റിക്കളഞ്ഞു. അപ്പൊ ഞാൻ എന്തിനാണ് കൊണ്ടുവന്നതെന്ന് അറിയത്തില്ല. എന്തിനാണ് കൊണ്ടുവന്നതെന്ന് വെച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു മദ്യപിച്ച് ലെക്ക് കെട്ട് വന്നേന്ന് പറഞ്ഞു. മദ്യപിച്ച് ലെക്ക് കെട്ട് വന്നേ. മദ്യപിച്ച് ലെക്ക് കെട്ട് വന്നെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടത്. ഒരാളെ വല്ല മൃഗത്തെ പോലെ അവിടെ കെട്ടിയിട്ടിരിക്കുന്നു. എന്താ പേര് ഹാൻഡ് കഫ് ഇട്ട് കിട്ടണം, ഹാൻഡ് കഫ് ഇട്ട് സെല്ലിൽ കൊണ്ടിട്ടേക്കണം. അവൻ പോയി പ്രശ്നം ഉണ്ടാക്കുമെങ്കിൽ ഇത് ജല്ലി കെട്ടിയിട്ടിരിക്കുക. ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി അവിടെ. അപ്പൊ ഈ മനുഷ്യനെ എന്നിട്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, ഈ ഗോപികയ്ക്ക് തുടർച്ചയായിട്ട് ഇവരുടെ ആളുകളുടെ കോള് വരുന്നു. 10 സെന്റ് ഭൂമി, ഗോപിക എന്ന് പറഞ്ഞ ഇയാളുടെ ഭാര്യയ്ക്ക് 10 സെന്റ് ഭൂമി. ഈ പ്രദീപിനെയും ഡ്രൈവറെയും സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഈ കോടതി നടപടി എടുത്തതിന് പിന്നാലെ പോലീസ് ആക്ഷൻ എടുത്ത് ഈ പ്രദീപിനെയും ഡ്രൈവറെയും സ്ഥലം മാറ്റി. ബാക്കിയുള്ള ഏമാന്മാരെല്ലാം ഇപ്പൊ അവിടെ തന്നെ ഉണ്ട്. അവരെ ആരെയും നടപടി എടുത്തിട്ടില്ല. ഇപ്പൊ അവിടെ BJP സമരം ആരംഭിച്ചിരിക്കുക. BJP അവിടെ ഇന്നു മുതൽ അവിടുത്തെ സമരം ശക്തിപ്പെടുത്താനാണ് അവരുടെ തീരുമാനം. അയാളുടെ വീഡിയോ നമുക്ക് പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം. വൈകിട്ട് ഞാനും വൈഫും കുഞ്ഞൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് ചിറ്റപ്പൻ്റെ വീട്ടിൽ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒറ്റ വഴിയേ ഉള്ളൂ, സിംഗിൾ വഴിയാണ്. അപ്പം ഞാൻ അറിഞ്ഞില്ല, ഒരു പോലീസ് സിവിൽ ഡ്രസ്സിലാണ് വന്നത്. ഞാൻ അറിഞ്ഞില്ല അദ്ദേഹം പോലീസാണ്, നമുക്കറിയത്തില്ലായിരുന്നു. സാധാരണക്കാരെ പോലെ വന്നത്. അന്ന് വണ്ടി സൈഡില്ലായിരുന്നു. ഞാൻ അണ്ണച്ചി പുറകോട്ട് എടുക്കാൻ പറഞ്ഞു. അപ്പൊ നിനക്ക് എന്താ പുറകോട്ട് എടുത്താൽ കുഴപ്പമെന്നെന്താ ചോദിച്ചു. ആൾട്ടോ കാറിലാണ് വന്നല്ലേ? അങ്ങനെ വണ്ടി പുറമോട്ട് എടുക്കാൻ പറഞ്ഞു. നീ ആടാ നീ വെള്ളം അടിച്ചെന്ന് ചോദിച്ചിട്ട് പുള്ളി ചാടി ഇറങ്ങി. എന്നെ ഷോൾഡറെ എന്നാലും കുഞ്ഞും എന്റെ ഭാര്യയും വണ്ടിയിലുണ്ട്. 7 വയസ്സ്. കുറെ കിടക്കും അവള്. ഞാൻ അറിഞ്ഞില്ല അദ്ദേഹം പോലും പറഞ്ഞേ സാറിനെ വിളിക്കത്തുള്ളൂ. അങ്ങനെ പിടിച്ചുള്ളായി അവരങ്ങ് പോവുകയും ചെയ്തു. 2 ഞങ്ങൾ അങ്ങോട്ട് കൂടെ പോയി. പക്ഷെ തിരിച്ച് ഒരു 7 മണിയായപ്പോൾ സ്റ്റേഷനിൽ കോൾ വന്ന് പറഞ്ഞു ഹരീഷ് എവിടെ ഉണ്ടെന്ന് ചോദിച്ചു. അങ്ങനെ ചിറ്റപ്പൻ്റെ വീട്ടിൽ ഇരിക്കുക. ഞാൻ പറഞ്ഞ് ഇവിടെ സ്റ്റേഷൻ വരെ വരണമെന്ന് പറഞ്ഞു. ഞാൻ സാർ ഇപ്പോൾ വരാൻ പറ്റത്തില്ല, ഞാൻ ഉച്ചനോട്ട് സുഖമില്ല നിൽക്കുകയാണ്. അങ്ങനെ ഇവരെന്നെ മൊബൈൽ ട്രേസ് ചെയ്തു. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി എൻ്റെ ഭാര്യയെ ഒരു ഹോട്ടലിൽ കയറ്റി ഫുഡ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി അവിടെ എത്തിയിട്ട് എൻ്റെ പൈസ ഇല്ലായിരുന്നു. ഞാൻ ബാർ ജീവനക്കാരനാണ് ശില്പയിൽ. അവിടേക്ക് ഒരു പൈസ മേടിക്കാൻ വേണ്ടി പോയ സമയത്തിന് ഇവരെന്നെ ഒന്ന് പിടിച്ചു വന്നു. പിടിച്ചിട്ട് ഈ ചേട്ടന്റെ ദേഹം മൊത്തം അടിച്ച് പൊളിച്ചു വെച്ചിരിക്കുക. ചേട്ടാ ഇരുന്നോ? ഈ ചേട്ടന്റെ കാലുകൾ നമ്മൾ കണ്ടതാണ് ആദ്യം തന്നെ. അതിക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ട് കേട്ടോ. ഇരുമ്പ് വടിയോ എന്തോ കട്ടിയുള്ള സാധനം കൊണ്ട് ഇദ്ദേഹത്തിന്റെ കാലിന്റെ പാദം മൊത്തം അടിച്ചു പൊട്ടിച്ചു വെച്ചിരിക്കുക. അങ്ങനെ കാല് കയറ്റി അവർ കൊണ്ടുപോയി 7:30 ആയപ്പോൾ. അത് നല്ല ഇടി എനിക്ക് തന്നത്. നല്ല ഇടി. എത്ര പോലീസുകാരായിരുന്നു ഇടിച്ചത്? 4 പോലീസുകാർ. കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലല്ലേ? SI ഉൾപ്പെടെയാണോ? SI ഉൾപ്പെടെ. പ്രദീപ് എന്ന് പറയുന്ന SI, കൊട്ടാരക്കരയിലെ SI സംഘവും ചേർന്നാണ് ഈ പരിപാടി ചെയ്തത്. 2 മണിക്കൂർ ചുറ്റിച്ച് അത് ശരി. അല്ല, ഒരു പ്രൈവറ്റ് വണ്ടിയാണ്, വാഗണറാണ് തോന്നുന്നു. ചുവന്ന കളറാണ്. ഓ, കാറിനകത്ത് ചേട്ടനെ ഈ അന്നേരം കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മർദ്ദിച്ചോണ്ടിരിക്കുവല്ലേ? വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നെ ഇടിച്ചോണ്ടിരിക്കുന്നു. അത് ശരി. അത് സ്റ്റേഷനിൽ ചെന്നു. സ്റ്റേഷനിൽ ചെന്നപ്പം ഞാൻ ചോദിച്ചു സാറേ എന്തിനാ അടിച്ചാൽ എന്തിനും വിളിച്ചാൽ വരത്തില്ലെന്ന് ചോദിച്ചു. അന്നേരം എൻ്റെ ചെവിക്കുന്ന ഒരു അടിയൊന്നുമില്ല. അപ്പം ഞാൻ വീണ പുള്ളിയുടെ ടേബിളിൻ്റെ മണ്ടയിൽ റീസണ്ട് ഓഫീസിൽ വീണ് കഴിഞ്ഞ് തന്നെ ഒരു 2 പുരുഷർ കഴുത്തിലും പിടിച്ച് 2 നടുവിലും പിടിച്ചിട്ട് ഈ കാല് അടിച്ച് 2 കാല്. പൊന്നെ, ഇത് കണ്ടോ? ഈ രംഗങ്ങൾ കണ്ടോ? പ്രേക്ഷകർ കാണണം കേട്ടോ. ഇത് എന്തായതും ചേട്ടാ ഇത് ഉപയോഗിച്ച? ഇലക്ട്രിക് ലാത്തി അല്ലയോ? ഒയ്യോ, കാല് വേറെ ഒന്ന് നീലിച്ചു പോയി കേട്ടോ. 2 കാലിന്റെ പാദവും അടിച്ചു പൊട്ടിച്ചു കേട്ടോ. ഇതുണ്ടോ നീലിച്ച് കിടക്കുക.
ഒരു മനുഷ്യനോട് ഒരു ഒരു ഇന്ത്യക്കാരനോട് കാണിക്കുന്ന പരിപാടിയാണ് പോലീസിന്റെ. ഡ്രസ്സല്ല ഇത് നിക്കർ മാത്രമായിരുന്നു അയച്ചിട്ട് കയറ്റിടങ്ങി ചേട്ടനെ നഗ്നനായിട്ടാണ് നിർത്തിയേ. അയ്യോ, നീ ഇരിക്കുകയും ചെയ്യില്ല കിടക്കുകയും ചെയ്യില്ലെന്നാണ്. പോലീസ് സ്റ്റേഷനിൽ നഗ്നനായിട്ട് ഇത്രയും കാലം അടിച്ചു പൊട്ടിച്ചിട്ട് ഇരിക്കാനും വയ്യ കിടക്കാനും സമ്മതിച്ചില്ലല്ലേ? ഒരു 1-2 മണിക്കാണ് മെഡിക്കൽ എടുക്കാൻ കൊണ്ടിരുന്നത്. മെഡിക്കൽ എടുത്തോണ്ട് പോയിട്ട് പിന്നെ അതിന്റെ വെളിയിട്ട് തന്നെ എല്ലാവരും കാണുന്നവരെല്ലാം അടിക്കുമായിരുന്നു. അത് ശരി. പോലീസുകാരെല്ലാം അടിക്കുമായിരുന്നു. ഈ അടിച്ച എസ് ഐമാരുടെ പേരുകളൊക്കെ എനിക്ക് ആരുടെ പേരെന്ന് ഇവരെല്ലാം പുതിയ ആൾക്കാരൊന്നും എനിക്ക് പക്ഷെ എന്നാലും നമ്മളെ ഉപദ്രവിച്ച ഈ പ്രദീപ് എന്ന് പറയുന്ന എസ് ഐ ആണ് നമുക്ക് പോലീസുകാരെ കണ്ടാ അറിയാവോ? നമുക്ക് നേരത്തെ അറിയാം. ഈ അടിച്ച പോലീസുകാരെല്ലാം നമുക്ക് കണ്ടാ അറിയാലോ. നിങ്ങളെ യഥാർത്ഥത്തിൽ കോടതി കൊണ്ടുവന്നപ്പോ എന്താണ് അവിടെ ഉണ്ടായത്? നമുക്ക് നീതി കിട്ടുന്ന രീതിയിൽ ജഡ്ജി എന്നെ ചേമ്പറിൽ കയറ്റി എല്ലാം അത് ഞാൻ പേഴ്സണലായിട്ട് പറയുക. അത് ഞാൻ ഇവിടെ പറയില്ല. കാരണം എന്നോട് പറഞ്ഞു ഇതാരും പറയില്ല. കേസ് ജഡ്ജിയായിട്ട് മുമ്പോട്ട് കൊണ്ടു എന്ന് പറഞ്ഞായിരുന്നു. എല്ലാം 5 പേപ്പർ എഴുതി വെച്ചിട്ടുണ്ട്. കോടതിക്ക് താങ്കൾക്കേറ്റ മർദ്ദനം കോടതിക്ക് ബോധ്യമായി. നല്ലോണം ബോധ്യം. അദ്ദേഹം തന്നെ ചോദിച്ചു നീ ഒരു മനുഷ്യക്കുഞ്ഞല്ലേ എന്ന് ചോദിച്ചു. ഒരു ജഡ്ജി തന്നെ താങ്കളോട് ചോദിച്ചല്ലേ? കാര്യം ഈ പോലീസുകാരുടെ ഉപദ്രവം അവർക്ക് മനസ്സിലായി ഇത്രമാത്രം ക്രൂരതയാണെന്ന്. അവരിക്കാൻ പറഞ്ഞു. ചേട്ടന്റെ മുതുകത്ത് ഒന്ന് കാണിക്കാമോ? ഒന്ന് ഇതൂടെ കാണിക്കണം. കാര്യം നമ്മളെ ജനങ്ങളെ താണ്ട് ഈ ഒരു കാര്യം ഇവിടെ ഒന്ന് കാണിക്കണം കേട്ടോ. ഇത് കണ്ടോ ഈ അടിച്ച് പൊട്ടിച്ചു വെച്ചിരിക്കുന്നത്? ഇത് മൊത്തം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ ഇതുപോലെ കുറച്ച് നാറിയ പോലീസുകാർ ഉണ്ടെങ്കിൽ കേരളത്തിൽ എന്ത് നടക്കുമെന്നുള്ള തോന്നിവാസം. പോലീസുകാർക്ക് തിരിച്ചു കിട്ടത്തില്ല എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാറ്റിവെച്ചാൽ മതി, ആമ്പിള്ളേർക്ക് തിരിച്ചു തരും. ഈ ഒരു അച്ഛനും അമ്മയും അല്ലെങ്കിൽ കേരളത്തിലെ മനസാക്ഷിയും സമൂഹമൊക്കെ ഒന്ന് കാണണം കേട്ടോ. ഈ അടിച്ച ഓരോ അടിയും തിരിച്ചു കൊടുക്കാനുള്ളതാണ്. ഈ അടിച്ചവനെയൊക്കെ എണ്ണി ഇതിന്റെ 10 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ ഇതിന്റെ വേദന മനസ്സിലാവും. അപ്പോ ഇവർക്കിനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കസ്റ്റഡി കൊലപാതകത്തിൽ ഉൾപ്പെട്ട കസ്റ്റഡിയിൽ ഇരിക്കെ പരിക്കേറ്റെന്ന് കോടതി അംഗീകരിച്ച കേസാണ്. ഇനി ആ ചെറുപ്പക്കാരൻ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇവന്മാർക്കെതിരെ കാര്യമായ കേസ് എടുക്കുമെന്ന് ഇവന്മാർക്ക് മനസ്സിലായി. കാര്യമായ കേസ് എടുത്തും കോടതി എന്തെന്ന് വെച്ചാൽ കസ്റ്റഡി മരണവും കസ്റ്റഡി മർദ്ദനവും ഒന്നും കോടതി അംഗീകരിക്കുന്നില്ല. കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ കോടതി ഇവിടെ നടപടി എടുക്കും. ഇവിടെ തിരുവനന്തപുരത്ത് കസ്റ്റഡി കൊലപാതകത്തിന്റെ പേരിൽ 3 പോലീസുകാർക്ക് വധശിക്ഷ അടിച്ചു കൊടുത്തത്. വധശിക്ഷ ഇവിടെ പൂജപ്പുര കിടക്കുമായിരുന്നു ദീർഘകാലം. അഭിഭാഷകന്റെ അടുത്ത് തട്ടിക്കേറിയ ഒരു പോലീസുകാരൻ കണ്ടില്ലേ? 2 മാസം തടവാണ് കിട്ടിയത്. 2 മാസം. 1 വർഷത്തേക്ക് അനുഭവിക്കണ്ട, 1 വർഷം കഴിഞ്ഞ് അനുഭവിക്കണം. ആ വീഡിയോ അന്ന് ഭയങ്കര ഫേമസ് ആയിരുന്നു. അതെ, ഒരു അഭിഭാഷകന്റെ വീട്ടിൽ കയറിയിട്ട് കോടതി ഉത്തരവാണെന്ന് പറഞ്ഞു, കോടതി എടുത്തോണ്ട് പോടാന്ന് പറഞ്ഞു. കോടതിയിൽ അഭിഭാഷകൻ കൂടി ഫൈറ്റ് ചെയ്തു. 2 മാസം തടവ് ശിക്ഷ അയച്ചു കൊടുത്തു. ഇയാൾ കോടതിയിൽ ഇയാൾ മാപ്പപേക്ഷ എഴുതി കൊടുത്തു. അപ്പൊ കോടതി ചോദിച്ചു ഇങ്ങനെയാണോ മാപ്പപേക്ഷ എഴുതുന്നത്? അതെ, ഞാൻ വീഡിയോ കണ്ടത്. വീഡിയോ പുറത്തു വന്നത് ഒരു പ്രതിക്ക് വേണ്ടി ഉത്തരവുമായിട്ട് വന്ന അഭിഭാഷകനെയാണ്. എന്നിട്ട് പോലീസിൽ നിന്ന് അയാളെ പ്രകോപിപ്പിക്കുക. പോലീസ് അഭിഭാഷകൻ മാന്യമായിട്ട് സംസാരിക്കുമ്പോൾ അയാളുടെ മൂക്കിന്റെ തുമ്പത്താണ് ഈ പോലീസുകാരന്റെ വായിരിക്കുന്നത്. അത് സീരിയസ്ലി എന്തോ ഒരു വൃത്തികെട്ട സ്വഭാവമാണെന്നാണ്. അത് ഇത് ഇവന്മാര് പിന്നെ നമ്മൾ അറിഞ്ഞ് ശരിയാണെങ്കിൽ ഈ പഞ്ചസാര വെള്ളം കൊടുത്തിട്ട് ഇടിക്കും. അതെന്താ അങ്ങനെ കൊടുക്കുന്നത്? പഞ്ചസാര വെള്ളം കൊടുത്ത് ഇടിച്ചു കഴിഞ്ഞാൽ ഇടിക്ക് ശരീരത്തിൽ കാര്യമായ ക്ഷതം ഉണ്ടാകും. കാര്യമായ ക്ഷതം ഉണ്ടാകും. ആ ക്ഷതം എന്ന് പറയുന്നത് അത് ഉള്ളിൽ തന്നെ നിലനിൽക്കും. അത് പെട്ടെന്ന് പുറത്തു വരില്ല. അതായത് ഒരു പിന്നെ സ്ലോ പോയിസൺ ആണ് ഈ സാധനം കൊടുത്ത് ശരീരത്തിൽ ഉണ്ടാകുന്ന ചതവ് സ്ലോ പോയിസൺ ആണ്. അത് പതിയെ കൊണ്ട് ശരീരത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും പതിയെ കൊണ്ട് ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്യും. മരണം സംഭവിക്കും. ദീർഘകാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരുപക്ഷെ ഇവന്മാർ അതുകൊണ്ടായിരിക്കും ഈ സ്ത്രീയോട് 90 ദിവസത്തെ കണക്ക് പറഞ്ഞത്. 90 ദിവസത്തിനകം സർവീസ് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ശരിയാണെങ്കിൽ ഡിസ്മിസ് ചെയ്ത് കളയണം. ക്രിമിനൽ കേസ് എടുക്കണം. ക്രിമിനൽ ഒഫൻസ്, മനുഷ്യവിത്ത് വിരുദ്ധമായിട്ടുള്ള ക്രിമിനൽ ഒഫൻസ് ആണ് എടുത്തിരിക്കുന്നത്. അറ്റംപ്റ്റ് ടു മർഡർ, ഒരാളെ കരുതിക്കൂട്ടി കൊലപ്പെടുത്താനുള്ള ശ്രമം 307 എടുക്കണം. സർവീസിന് ആവശ്യമില്ലാതെ അയാളെ ആക്രമിക്കാൻ വന്ന പോലെയാണ് പോലീസിനെ ആക്രമിച്ചതിന്റെ കേസ്. നമ്മൾ ഇവരോട് എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇവരോട് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവരെടുക്കുന്ന അടുത്ത കേസാണ് കൃത്യ നിർവഹണത്തിന് തടസ്സം വരുത്തി എന്നും പറഞ്ഞ് ജാമ്യമില്ലാപ്പെടുത്തോളി. കൃത്യ നിർവഹണത്തിന് തടസ്സപ്പെടുത്തി. ഒന്ന് പോലീസുകാരനോട് സംസാരിച്ചു നോക്ക്. അവൻ അപ്പം തന്നെ ചെയ്യാൻ പോകുന്ന ഒരു പരിപാടി ഇതാണ്. നമുക്കെതിരെ ഈ കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തി. എന്ത് കൃത്യ നിർവഹണം? അവിടെ റോഡിൽ കിടന്ന് അലമുണ്ടാക്കുന്നത് നമ്മൾ ചിലപ്പോൾ ചോദിച്ചായിരിക്കും. നമുക്ക് പോലീസുകാരനാണെന്ന് പോലും അറിയത്തില്ലായിരിക്കും. റോഡ് ഇമ്മാതിരി കന്നന്തിരിവ് കാണിക്കുമ്പോൾ സാറ് എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ദേശത്തിന് നേരെ വീട്ടിൽ പോകും. പോയിട്ട് വന്ന് സ്റ്റേഷനിൽ പോകും. നമ്മളെ അവിടെ വിളിപ്പിക്കും. അവിടെ കൃത്യനിർവഹണത്തിന് തടസ്സപ്പെടുത്തി. മഫ്തിയിലുള്ള ആൾക്ക് എന്തുവാ കൃത്യനിർവഹണം എന്താ മഫ്തിയിൽ? സ്വകാര്യ വാഹനത്തിൽ കറങ്ങിടക്കുന്ന ഒരാള്, സ്വകാര്യ വാഹനത്തിൽ കറങ്ങിടക്കാണ് പ്രദീപ് എന്ത് കൃത്യമാണ് ചെയ്തുകൊണ്ടിരുന്നത്? അത് അന്വേഷിക്കണമെന്നേ. ഈ സംഭവം പിന്നെ ഇതിനെ കുറിച്ച്
ഒരു കാര്യമായ ഒരു അന്വേഷണം നടത്തി ഇയാളെ പുറത്താക്കണം, സർവീസിൽ നിന്ന് പുറത്താക്കണം. ഈ കൊട്ടാരക്കര സ്റ്റേഷൻ സ്ഥിരമായി പരാതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പരാതി കേൾക്കുന്ന ഒരു സ്റ്റേഷനാണ്. അവിടെ കസ്റ്റഡി മർദ്ദനം സ്ഥിരമാണെന്നുള്ള കഥകളാണ്. ഓരോ പരാതികൾ ഇപ്പൊ പുതിയതായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെ കിട്ടുന്നത് പാവങ്ങളെ, സാധാരണക്കാരെ കൈ കിട്ടിയാൽ അവരുടെ കൈത്തിരിപ്പ് തീർക്കാനുള്ള ഒരു ഉപകരണമായി ഈ സാധാരണക്കാരെ കാണുന്നുണ്ട്. ഇവർക്ക് പല പല ഫ്രസ്ട്രേഷൻ കാണും. ഇവരുടെ ചിലപ്പോൾ വീട്ടിൽ ഭാര്യയുമായിട്ട് ഉടക്കിയിട്ട് വന്നതിന്റെ ആയിരിക്കും, അല്ലെ പല കാമുകിമാരും കാണും, കാമുകിമാരുമായിട്ട് വല്ല പ്രശ്നവും തർക്കവും കാണും. അതിന്റെയൊക്കെ പേരിലായിരിക്കും പാവങ്ങളെ പിടിച്ചിട്ട് കൈത്തിരിപ്പ് തീർക്കുന്നത്. ചില സമയത്ത് കണ്ടില്ലേ, ഡ്യൂട്ടിയിൽ നിന്ന് പോകാൻ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്തറിയാമോ, സെല്ലി കിടക്കുന്ന പ്രതിക്ക് 2 പൊട്ടി അടിയും കൊടുത്തിട്ടു. കാര്യം പിറ്റേന്ന് ലീവ് ചോദിച്ചു കാണും, കൊടുത്തു കാണത്തില്ല, അനുവദിച്ചിട്ട് കാണത്തില്ല. ആ ദേഷ്യത്തിന് വേണ്ടി സെല്ലി കിടക്കുന്ന പ്രതിക്ക് അവധി കൊടുക്കാത്ത SHO എടുത്ത് കലിപ്പ് തീർക്കാൻ പറ്റത്തില്ല. SHO പോയി ഇടിക്കാൻ പറ്റൂ? ഇല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? സെല്ലിന്റെ താക്കോൽ എടുത്തുകൊണ്ട് സെല്ല് പറഞ്ഞില്ല, അതിനകത്ത് കിടക്കുന്ന 2 പൊട്ടീര് കൊടുക്കും. 2 പൊട്ടീര് എടുക്കുമ്പോൾ എന്തോ SHO കേൾക്കണം, എനിക്ക് ഇത്രയും കൈത്തിരിപ്പുണ്ടെന്നോ. അതും ഈ പാവങ്ങളുടെ തീർക്കും. ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇത് റിട്ടയർ ആയപ്പോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞ കഥയാണ് ഈ കൈത്തിരിപ്പ് തീർക്കുന്ന പരിപാടി. അതുപോലെ നമ്മൾ ഇപ്പൊ ചില സമയത്ത് ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ഈ ലേറ്റായി വന്നു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും വഴക്ക് കേൾക്കും, അല്ലെ എന്തെങ്കിലും പ്രശ്നം കാണും. ഇതിനകത്ത് രാവിലെ ഉള്ള ഒരു പരിപാടിയില്ല, സാട്ട. ഇതിനകത്ത് കൃത്യസമയത്ത് പങ്കെടുത്തില്ലെങ്കിൽ SHOക്ക് തെറിയേക്കും. കൃത്യസമയത്ത് സ്റ്റേഷനിൽ വന്ന് ഇതിനകത്ത് പങ്കെടുത്തില്ലെങ്കിൽ അത് SP പങ്കെടുക്കുന്ന സാധനമാണ്. ഇതിനകത്ത് വന്ന് കറക്റ്റ് സമയത്ത് പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ അവിടുന്ന് തെറിയേക്കും. ആ ദേഷ്യം ഇതങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക്, മീറ്റിംഗ് അങ്ങോട്ട് കഴിയുമ്പോൾ ഇങ്ങോട്ടിറങ്ങി വന്നിട്ട് സെല്ലി കിടക്കുന്നിടത്തോ അല്ലെ അവിടെ നിൽക്കുന്നവരോട് അങ്ങ് തീർക്കും. ഇതാണ് ഇവരുടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ ഈ ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഇവർ സർവീസ് ഇരിക്കണ്ട, പിരിഞ്ഞു പോട്ടെ, പിരിച്ചു വിടും. എന്തിനാ സാധാരണക്കാരെ ഉപദ്രവിക്കുക? എങ്ങനെയുണ്ട് കിട്ടേക്കുന്നത്? 90 ദിവസത്തെ ഗ്യാരണ്ടി ഒരു മനുഷ്യന്റെ ജീവന് കൽപ്പിച്ച ഒരു SI ഇനി റാങ്കിൽ മോളി വന്ന് CI ആയി ACP ആയി കഴിഞ്ഞുള്ള അവസ്ഥയൊന്നും ആലോചിച്ചത്. ഇതിനേക്കാൾ വലിയ കുഴപ്പത്തിൽ പോയി ചാടും. കുഴപ്പങ്ങൾ ഉണ്ടാക്കും. കുഴപ്പത്തിൽ ചാടത്തില്ല, കുഴപ്പങ്ങൾ ഉണ്ടാക്കും. ശരി.